നമസ്കാരം, നമ്മളുടെ മറ്റൊരു കിടിലം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പം സാറ്റർഡേ ആണ്, സമ്മർ സീസൺ ആണ് കേട്ടോ. ഇപ്പോൾ ടെമ്പറേച്ചർ ഇവിടെ 20 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഞാൻ ജസ്റ്റ് ബാങ്ക് വരെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. നമുക്ക് അവിടെ നിന്ന് തൊട്ടപ്പുറത്തൊന്നും ഷോർട്ട് കട്ട്, എന്നാലും ഈ ഏരിയയൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ജസ്റ്റ് മെയിൻ റോഡിൽ കൂടെ തന്നെ ഇറങ്ങിയത്. ഇങ്ങനെയായിരിക്കും ഇവിടുത്തെ ലൊക്കേഷൻ കേട്ടോ. ബസ് റൂട്ടൊക്കെ ഉള്ളതാണ്. ഒറ്റൊരു ബസ് ഈ റൂട്ട് ഞാൻ കണ്ടുള്ളതാണ്. ഇപ്പോൾ വരുന്നുണ്ട് നമ്പർ 9 വയ നമ്പർ 10. ഈ ഒരു ബസ് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്പർ 9 ലിംബർലെസ് റോഡ്, വണ്ടർലാൻഡ്. ഇതിൻ്റെ ടിക്കറ്റ് ഇതുവരെ എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ബസ് കാർഡാണല്ലോ ഇവിടെ വരുന്നത്. നമുക്കവിടെ അബുദാബിയിൽ നിന്ന് UAE ഒക്കെ ഉള്ളതുപോലെ തന്നെ ബസ് കാർഡ് ടാപ്പിംഗ് ആണ്. പേപ്പർ ടിക്കറ്റും ഉണ്ടെന്ന് തോന്നുന്നു. ആ കാണുന്ന അപ്പുറത്തെ ആ സൈഡിലേക്ക് പോകുന്ന ബസ് സ്റ്റോപ്പ്. ഇവിടെ നമ്മളുടെ ബസ് സ്റ്റോപ്പ് ഇവിടെ തൊട്ട് ഈ ഒരു സൈഡിലുണ്ട് കേട്ടോ. ബസ് കാർഡ് എടുത്തില്ല. ബസ് കാർഡ് എടുക്കണം. അതിനെക്കുറിച്ചിട്ട് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. ആരോടെങ്കിലും ചോദിക്കണം. പ്രസ്റ്റോ കാർഡ് എന്ന് പറഞ്ഞൊരു കാർഡ് ഉണ്ടെന്നുള്ള കാര്യം അറിയാം. എങ്കിലും അത് ഓരോ പ്രോവിൻസിലും ഇവിടെ വ്യത്യാസമുണ്ടെന്ന്. ഇനി ഇവിടെ ഒൻറ്റാറിയോ ലണ്ടൻ ഏരിയയിൽ ഇനി പ്രസ്റ്റോ കാർഡ് തന്നെയാണോ യൂസ് ചെയ്യുന്നത് എന്നിന്നെ കണ്ടുപിടിക്കണം കേട്ടോ. ഇതാണ് എൻ്റെ നെയ്ബർഹുഡ് കേട്ടോ. ഇവിടുത്തെ മരങ്ങളൊക്കെ കണ്ടോ. പിന്നെ കാനഡ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് നിങ്ങൾ നല്ലൊരു പ്രൊഫഷണൽ നല്ലൊരു ജോലി അവിടെ കളഞ്ഞിട്ട്, അവിടെ ഓൾറെഡി ഞാൻ വെൽ സെറ്റിൽഡ് ആയിരുന്നു. ഓൾമോസ്റ്റ് 14 ഇയേഴ്സ് UAE സ്പെൻഡ് ചെയ്ത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തിന് റിസ്ക് എടുത്ത് ഈ രാജ്യത്തേക്ക് വന്നു? ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ UAE താമസിക്കുന്നവർക്കറിയാം അവിടെ ഇനി എത്ര നല്ല സാലറി ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ രാജ്യം വിട്ട് പോകേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇപ്പോൾ തന്നെ PR എടുത്ത് വെച്ചേക്കുമെന്നല്ല പറഞ്ഞു. നിങ്ങൾക്ക് ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ അറിയാം. ജസ്റ്റിൻ ട്രൂഡോ ഓരോ പ്രാവശ്യം ഓരോ ദിവസവും പുള്ളി ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ കൊണ്ടുവരും, പുതിയ വ്യത്യാസങ്ങളും മാറ്റങ്ങളും. ഇനിയിപ്പോൾ ഇലക്ഷനും കാര്യങ്ങളൊക്കെയാണ് സെപ്റ്റംബർ അത്. അപ്പോൾ അതിന് മുമ്പ് ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്തായാലും നമ്മൾ ഒരു നല്ലൊരു പോസിറ്റീവ് വൈബ് വെച്ചിട്ടാണ്, ആ ഒരു ചിന്ത വെച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. കഷ്ടപ്പാടുണ്ടെന്നുള്ള കാര്യം നമുക്ക് നല്ലതുപോലെ അറിയാം. പാരഡൈസ് ആണെന്ന് പറഞ്ഞ് വന്ന ഒരു രാജ്യമല്ല. നമ്മൾ ഇതിനപ്പുറം കഷ്ടപ്പെട്ടാണ് ഇവിടെ വരെ എത്തിയത്. ഒരു നല്ലൊരു ലെവൽ വരെ എത്താൻ നമ്മൾ എന്തുമാത്രം കഷ്ടപ്പെട്ട് UAE എത്ര കൊല്ലം കൊണ്ട് നമ്മൾ ആ ഒരു ലെവലിൽ എത്തുന്നതെന്ന് നമുക്കറിയാം. ആദ്യം വന്നപ്പോൾ നമ്മളുടെ ശമ്പളം എത്രയായിരുന്നു, സാലറി, പിന്നെ നമ്മളുടെ സാലറി എങ്ങനെ എത്ര വർഷം കൊണ്ട് എത്ര ചേഞ്ച് ചെയ്തു എന്നൊക്കെയുള്ള ഒരു രീതി നമുക്ക് എല്ലാവർക്കും അറിയാം, ഓരോരുത്തർക്കും അറിയാമല്ലോ. ഇതാണ് ഇവിടുത്തെ റോഡ് കേട്ടോ. ബസ് റൂട്ട് ഇവിടെ ഉള്ളത്. ഇവിടെ ഒരു കമ്മ്യൂണിറ്റി ചർച്ചുണ്ട്. പോകുന്ന വഴിക്ക് ഞാൻ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. പെൻറ്റക്കോസ്റ്റൽ ചർച്ചാന്ന് തോന്നുന്നു കേട്ടോ. സൺഡേ വർഷിപ്പ് സർവീസ് at 10:30 AM. അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോൾ നമ്മളെങ്ങനെയായാലും കാര്യങ്ങളൊക്കെ എങ്ങനെയായാലും ജീവിതത്തിൽ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് അറിയാം. ആദ്യത്തെ ഒരു 1 to 2 years അല്ലെങ്കിൽ മിനിമം 5 years സ്ട്രഗിൾ ചെയ്യുമെന്നറിയാം. എന്നാൽ അതിന് ശേഷം നിങ്ങളങ്ങ് റിച്ച് ആകുമെന്നല്ല പറഞ്ഞത്. സർവൈവൽ ആ ഒരു രീതിയാണ് ഇവിടെ. അതെല്ലാം നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് വരുന്നത്. എല്ലാവർക്കും അറിയാം. ഇപ്പോൾ പിന്നെ അറിയാം PR കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അഥവാ പറ്റിയില്ലെങ്കിൽ തിരിച്ച് നമുക്ക് മറ്റു രാജ്യത്തേക്ക് പോകേണ്ടി വരും. മറ്റു രാജ്യം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഇന്ത്യയിലേക്ക്, അല്ലെങ്കിൽ എങ്ങോട്ടേക്കാണെന്ന് വെച്ചാൽ ഞാൻ മറ്റൊരു രാജ്യത്തേക്കോ എങ്ങനെയാണെന്ന് വെച്ചാൽ തിരിച്ച് അബുദാബിക്ക് പോകുമോ ഇപ്പോൾ ചെയ്യേണ്ടി വരും. അതെല്ലാം മുൻകൂട്ടി കണ്ടിട്ട് വേണം വരാൻ ഇങ്ങോട്ടേക്ക് റിസ്ക് എടുത്ത് കേട്ടോ. കാരണം ചിലവും കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ തന്നെ അറിയാം ഇങ്ങോട്ടേക്ക് വരാൻ എത്ര രൂപ മുടക്കേണ്ടി വരും. ഒരു ഏജൻസി ദ്വാര വരുവാണെങ്കിലും ഇനിയിപ്പോൾ പേഴ്സണലി നിങ്ങൾ ഒരു കമ്പനി ഹയർ ചെയ്യുന്ന അങ്ങനെയൊക്കെ വളരെ റെയർ ആയിരിക്കും. LMI ആണ് അധികം ആൾക്കാർ വരുന്നത് വർക്ക് പെർമിറ്റിൽ. ഇപ്പം വരുന്നത് സ്റ്റഡി വിസയിൽ വരുന്നവർക്ക്. എൻ്റെ കൂടെ കുറേ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട് അപ്പുറത്ത്. അപ്പോൾ ഈ സ്റ്റുഡൻസൊക്കെ ഞാൻ ആലോചിക്കും, അവരൊക്കെ ഇപ്പോൾ ഒരു ഇന്ത്യൻ സ്റ്റുഡൻസ് ഉണ്ട് എൻ്റെ കൂടെ താമസിക്കുന്നത്. ഞാൻ ഇപ്പോൾ സ്റ്റുഡൻസിനൊപ്പം താമസിക്കുന്ന കേട്ടോ. നമുക്കറിയാം ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അവർ പറയുമ്പോൾ തന്നെ. പിന്നെ ഈ ഒരു ലൊക്കാലിറ്റി, ഇപ്പോൾ ഞാൻ പറഞ്ഞ ലൊക്കാലിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ നല്ലൊരു ഏരിയ കേട്ടോ. അത്യാവശ്യം എല്ലാ സാധനവും ഉണ്ട്. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സാധനം ഇവിടെ ഉണ്ട് കേട്ടോ. ബീർ സ്റ്റോർ ഇവിടെ ഉണ്ട്, അത്യാവശ്യം ലിക്കർ സ്റ്റോർ, ഫുഡ് ബേസിക്സ്. ഇപ്പം ഞാൻ അങ്ങോട്ട് ഫുഡ് ബേസിക്സിൽ പോകുന്നുണ്ട്. ബാങ്ക്, മനുഷ്യന് വേണ്ട അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. വീട്ടിൽ വരുന്നവരെ ഈ രാജ്യം ശരിക്കും ഒരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ എഫക്റ്റും ചെയ്യും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സൈറ്റ്മെൻറ്റ് അതുപോലെ ഉണ്ടാകും കേട്ടോ. ആദ്യമായിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് വളരെയധികം വ്യത്യാസം തോന്നും നമ്മുടെ രാജ്യമായിട്ട്. പക്ഷേ ഒരുവിധം വെളിയിലൊക്കെ ജീവിച്ചവർ, ഇപ്പോൾ ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ 10-15 വർഷമായിട്ട് UAE ജീവിച്ച് അത്യാവശ്യം സിവിലൈസ്ഡ് സൊസൈറ്റിയൊക്കെ കണ്ട് ആ ഒരു രീതിയൊക്കെ കണ്ട് വളർന്ന് വരുമ്പോൾ നമുക്ക് വലിയ ഇത് ഫീൽ ചെയ്യത്തില്ല. അവിടെ ഡെസേർട്ട് ആണെങ്കിൽ ഇവിടെ ഗ്രീനറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സെഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ട് UAE ആണ് സേഫ്. ഇവിടെ ഇപ്പം ഞാൻ ഇപ്പോൾ വന്നിട്ട് കുറച്ച് ദിവസമേ ആവുള്ളൂ. ഇതുവരെ വേറെ എക്സ്പീരിയൻസസ് ഒന്നും ഇല്ല. ഇനി പല വീഡിയോസും നമ്മൾ പല കാര്യങ്ങളും കാണാറുണ്ട് ഈ രാജ്യത്തെക്കുറിച്ചിട്ട്. അതൊക്കെ എല്ലാ രാജ്യത്തും ഉണ്ട്. ഒരുവിധമുള്ള എല്ലാ യൂറോപ്യൻ യൂണിയനിലും ഉണ്ട് പ്രശ്നം. ഇപ്പം വന്നു കഴിഞ്ഞാൽ നോർത്ത് അമേരിക്കൻ സ്റ്റേറ്റ്സിലും പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ നോർത്ത് അമേരിക്കൻ കോണ്ടിനെൻ്റൽ കേട്ടോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം അങ്ങനെയൊക്കെ എല്ലാ റിസ്ക്കും അറിഞ്ഞുകൊണ്ട് വേണം വരാൻ കേട്ടോ. അതൊരു കാര്യമാണ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ബാങ്കിലേക്ക് പോകുന്നതെന്ന് വെച്ചാൽ എനിക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് മന്ത് റെൻറ്റ് നമുക്ക് പേ ചെയ്യണം $. അപ്പം ഫസ്റ്റ് മന്ത് അവളാണ് പേ ചെയ്തത്. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അവളാണ് പേ ചെയ്തത്. അപ്പോൾ അവളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് എനിക്ക് റിട്ടേൺ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ അക്കൗണ്ടിൽ നോക്കിയപ്പോൾ അക്കൗണ്ടിൽ ക്യാഷ് ഇല്ല, ലിക്വിഡ് ക്യാഷ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ എന്തായാലും അതിന് ഈ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് അക്കൗണ്ടിൽ നിന്നും അവൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി അപ്പോൾ ഞാൻ ബാങ്കിലേക്ക് പോകുന്നത്.
ദേ ഇതാണ് ബർഗർ കിങ് ഇവിടെ ഉള്ളത്, ടിം ഹോർട്ടൻസ്. തൊട്ടപ്പുറത്തായിട്ട് പെട്രോൾ പമ്പ് കാണാം, നെക്സ്റ്റ് മെക്ഡോണൽസ് കാണാം. ഈ ഒരു ലൈനിൽ തന്നെ ഒരു ബാസ്കിൻ റോബിൻസ് ഉണ്ട്, കുറേ സ്റ്റോറുകളുണ്ട്. അത്യാവശ്യം നല്ലൊരു ലൊക്കാലിറ്റി കേട്ടോ. ഇനിയിപ്പോൾ നേരെ ബാങ്കിൽ പോയിട്ട് തിരിച്ച് വന്നിട്ട് നമുക്ക് ഫുഡ് ബേസിക്സിൽ കയറാം. ഫുഡ് ബേസിക്സിൽ അത്യാവശ്യം ഇന്ത്യൻസിന് വേണ്ട സാധനങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഹാപ്പിയായിട്ട് തോന്നിയത് കറി ലീഫ് ഉണ്ട് കേട്ടോ. ഒരുവിധം എല്ലാ വീഡിയോസിലും ഞാൻ കേൾക്കാറുണ്ട് കറി ലീഫ് കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നുള്ളത്. ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ റൂംമേറ്റ്, ഞാൻ റൂമിൽ ചെന്നപ്പോൾ ഈ സാധനമെല്ലാം മേടിച്ചുകൊണ്ട് ചെന്നപ്പം അവൻ കണ്ട, അവ ഇപ്പോൾ ഇവിടെ 2-2.5 വർഷമായതാണ്. ആശാൻ എൻ്റെ കയ്യിൽ നിന്ന് കറി ലീഫ് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ട്, ബ്രോ ഇവിടെ കറി ലീഫ് ഉണ്ടോ എന്നോട് ചോദിക്കും. ഞാൻ പറഞ്ഞു ഞാൻ ഇന്നലെ ഇല്ല ഇവിടെ വന്ന്, ഞാൻ ഫുഡ് ബേസിക്സിൽ പോയപ്പോൾ ഇതുപോലെ കറി ലീഫ് കിട്ടി. അപ്പോൾ ബ്രോ ഏതായില്ല ഉള്ളത്? ഞാൻ പറഞ്ഞു ഗ്രീൻ വെജിറ്റബിൾസ്, ഇത് ലീഫൊക്കെ വയ്ക്കുന്നത്, ലീഫ് വെജിറ്റബിൾസിൻ്റെ കൂടെ വയ്ക്കുന്നത്. അവൻ ഇതുവരെ കിട്ടിയിട്ടില്ല അത്ര, അതാണ് പറഞ്ഞത്. അപ്പം സാധനമൊക്കെ അത്യാവശ്യം ഉണ്ട്. ഇനിയിപ്പോൾ ഇന്ത്യൻ സ്പൈസസ് കിട്ടാൻ ഇനി എവിടെ പോകണമെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. ഞാൻ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും അബുദാബിയിൽ നിന്ന് വരുന്ന വഴിക്ക് തന്നെ കൊണ്ടുവന്നു കേട്ടോ. അത്യാവശ്യം എല്ലാ സാധനങ്ങളും എൻ്റെ കയ്യിലുണ്ട്. ഒരു 1 to 2 months അപ്രോക്സിമേറ്റ് ഈസി ആയിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാമെന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പോൾ എവിടെയാണ് നമുക്കുള്ളതെന്നുള്ള ഇന്ത്യൻ സ്റ്റോർ ഇനി ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഗൂഗിൾ മാപ്സ് അനുസരിച്ച് വാൾമാർട്ട് ഉണ്ട്. വാൾമാർട്ട് ഇനി എത്രത്തോളം കിട്ടുമെന്ന് അറിയാം. പിന്നെ ഫസ്റ്റ് ആൻഡ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞ കാനഡയുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്യൂട്ടി, നാച്ചുറൽ ബ്യൂട്ടി. ഒരുവിധം സ്ഥലങ്ങളിൽ എല്ലാം പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോൾ 1-2 സ്ഥലത്ത് ഞാനിപ്പോൾ എന്തായാലും പോയി ഫ്രണ്ട്സുമായിട്ടൊക്കെ. നമുക്കിപ്പോൾ വണ്ടി ഇല്ലല്ലോ, ഞാനിപ്പോൾ വന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാൻ ലൈസൻസ് കൺവേർട്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്, എക്സ്ട്രാക്ട് എടുത്തിട്ടുണ്ട്. ഇനി അറിയത്തില്ല എന്തോ സമയം എടുക്കുമെന്നുള്ളത്, നോക്കട്ടെ എന്താണ്. ഞാൻ അതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒൻറ്റാറിയോ പ്രൊവിൻസിൽ എങ്ങനെ റൂളും കാര്യങ്ങളും നമുക്കറിയത്തില്ല. എന്തായാലും നോക്കട്ടെ. കണ്ട ഒരു വണ്ടി എന്തായാലും നിർത്തി തന്നു, നമ്മൾ ക്രോസ് ചെയ്ത്. റോഡ് റൂൾസൊക്കെ ഒരുവിധം ഞാൻ ഒബ്സർവ് ചെയ്ത് 2-3 ദിവസം കൊണ്ട് വളരെ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം അറബിക് കൺട്രീസിൽ ജീവിക്കുമ്പോൾ റോഡ് റൂൾസ് എല്ലാം സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നത് അധികം എക്സ്പാക്ട്സ് ആണെന്ന് പറയാം. എക്സ്പാക്ട്സ് എന്ന് പറഞ്ഞാൽ പുറത്തു നിന്നുള്ളവർ, ഇവിടെയുള്ള ഒരുവിധം ഫോളോ ചെയ്യാം, അവിടെ ഉള്ളവർ ഫോളോ ചെയ്യുന്നില്ലെന്നല്ല, ചെയ്യുന്നുണ്ട്. എന്നാലും അറിയാമല്ലോ എൻ്റെ കാര്യങ്ങൾ, അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. അറിയാം അറബികളൊക്കെ ഓടിക്കുന്ന രീതി എക്സ്പേർട്സ് ആയിരിക്കുമല്ലോ. അപ്പം ഞാനിപ്പോൾ വണ്ടർലാൻഡിലെത്താം. റോഡ് നമുക്കിവിടെ സീബ്ര ക്രോസിംഗ് ഉണ്ട്, അവിടെ ബട്ടണിൽ പ്രസ് ചെയ്ത് അപ്പുറത്ത് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകണം. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ബ്രാൻഡാണ് നമുക്ക് മെക്ഡോണൽഡ്സ്, അറിയാമല്ലോ, 24 hours ഇതേ അവിടെ. ഇപ്പോൾ റോഡ് ക്രോസ് ചെയ്യാം. റോഡ് ക്രോസ് ചെയ്യുന്നത് സിഗ്നൽ കിട്ടിയിട്ടുണ്ട്, ഗ്രീൻ ഇവിടെ ഇങ്ങനെ വരുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ വാക്കിംഗ് ആയിട്ടാണ് കാണിക്കുന്നത്. വൈറ്റ് കളറുള്ള സ്ക്രീൻ കണ്ടോ. എന്തായാലും നമുക്ക് പോവാം, ഒരു വണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാനങ്ങനെ ഫുഡ് ബേസിക്സിൽ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി വന്നതാണ്. ബ്രെഡ്, കുറച്ച് കോഫി, പിന്നെ ഒണിയൻ. ഇവിടുത്തെ ഒണിയൻ മറ്റേ ഈ ഒണിയൻ എനിക്ക് കിട്ടി കേട്ടോ. ഫുഡ് ബേസിക്സിൽ കയറി എന്തായാലും സാധനം മേടിച്ചുകൊണ്ടിരിക്കും. ഭയങ്കര വലിപ്പം. ഇനി മറ്റേ ഇന്ത്യൻ ടൈപ്പ് ഒണിയൻ കിട്ടുമെന്ന് അറിഞ്ഞൂടെ. മത്തങ്ങ പോലെ ഇരിക്കുന്നു. ഇതാപ്പോൾ എടുത്തേക്കുന്നത്. പിന്നുള്ളത് ഒരു ചിക്കൻ വിങ്സ് എടുത്ത് ഫ്രഷ്. എന്തായാലും ഹലാൽ കിട്ടി കേട്ടോ. ഇവിടെ ഹലാൽ പ്രൊഡക്ട്സ് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു ഓറഞ്ച് എടുത്ത്, ബ്രെഡ് എടുത്ത്, വെണ്ടയ്ക്ക എടുത്ത്, കുറച്ച് ബേബി സ്പിനച്ച് എടുത്ത്, പിന്നെ കുറച്ച് ബേക്കൺ എടുത്തിട്ടുണ്ട്, ടെൻഡർലോയിൻ എടുത്തിട്ടുണ്ട്. നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. എന്തായാലും അത്യാവശ്യം എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ട് ഫുഡ് ബേസിക്സിൽ കേട്ടോ. എങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക, നോക്കട്ടെ എങ്ങനെ ഉണ്ട്. ഫ്രോസൺ സാധനങ്ങൾ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് ഇവിടെ. ഹണി ഗാർലിക് ചിക്കൻ വിങ്സ് ഇരിക്കുന്നു, ബഫല്ലോ ചിക്കൻ വിങ്സ് $13. ഫുൾ ചിക്കൻ കിട്ടുന്നുണ്ട്. $13, $15 അത്യാവശ്യം ഉണ്ട് കേട്ടോ, സാധനമുണ്ട്. വില നമ്മൾ കമ്പയർ ചെയ്യുമ്പം ഇത്തിരി കൂടുതലായിട്ട് തോന്നും കേട്ടോ. ഇതെന്താണ് മസൽ മീറ്റ്, കക്ക സാധനങ്ങളെല്ലാം ഉണ്ട് ഇവിടെ കേട്ടോ. എല്ലാം ഫ്രോസൺ തന്നെ കിട്ടുന്നത്. ഫിഷ് ഇവിടെ എനിക്കങ്ങ് കണ്ടില്ല. ഫിഷ് ഉണ്ട്, സാമൺ മാത്രമേ ഉള്ളൂ. സാമണ്, പിന്നെ വൈറ്റ് ഫിഷ് ഉണ്ട്, പോളണ്ട് ബ്രീസോ അങ്ങനെ എന്തോ ഒരു ബ്രാൻഡ് ഉണ്ട്. ഫ്രോസൺ സാധനം ഫിഷ് ഉണ്ട്, പക്ഷെ കുറവാണ്. ഫ്രോസനാണ്. പിന്നെ നമ്മളുടെ മീനൊന്നും കിട്ടുന്നില്ലെന്ന് തോന്നുന്നു ഇവിടെ. ഞാൻ ഇതുവരെ കണ്ടില്ല, ഞാൻ വിട്ടുപോയാന്നൊന്നും അറിയില്ല. പിന്നെ ഒരു ഓട്സും കൂടെ എടുക്കുക. ഇപ്പം ബ്രെഡാണ് സ്ഥിരം തിന്നുന്നത്. ബ്രെഡ് എന്നും കഴിച്ച് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. എന്തായാലും ഒരു ഓട്സ് എടുക്കണമെന്നുണ്ട്. ക്വാക്കറിൻ്റെ ഹോൾ ഓട്സ് ഉണ്ടോ നോക്കട്ടെ. ഹോൾ ഓട്സാണ് നല്ലത്. എനിക്ക് ഈ ചെറിയ പൊടിയായിട്ടുള്ളത് ഇഷ്ടമല്ല. 1 minute ഓട്സ് ക്വാക്കർ ഉണ്ടെന്ന് തോന്നുന്നു. $3. ഒരു ഓട്സ് മേടിച്ച് വെച്ചാൽ വല്ലപ്പോഴൊക്കെ കാര്യങ്ങൾ നടക്കും. നോക്കട്ടെ എങ്ങനെ ഉണ്ടോ. കാനഡയിൽ വന്നിട്ട് മേപ്പിൾ സിറപ്പ് കഴിച്ചില്ലെങ്കിൽ പിന്നെ എന്ത്. ഇനിയിപ്പം ഒറിജിനൽ മേപ്പിൾ സിറപ്പ്, ഇതെന്ത് ബ്ലൂ അഗാവെ സിറപ്പാണ്. സോ ക്ലബ് ഹൗസ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു പെപ്പർ കിട്ടി. അതായത് എൻ്റെ പെപ്പർ ഇല്ലായിരുന്നു കേട്ടോ. പെപ്പർ വിട്ടുപോയത് കൊണ്ട്. പെപ്പർ എല്ലായിടും വിലയാണ്. കോഴ്സ് വന്നു കേട്ടോ. നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. ഫൈനാണ് ഞാൻ നോക്കിയത്. പക്ഷേ ഹോൾ ഉണ്ട് കേട്ടോ, സെയിം പ്രൈസ്. പക്ഷേ ഹോൾ മേടിച്ചിട്ട് എനിക്ക് കാര്യമില്ല. ഹോൾ വേണോ കോഴ്സ് വേണോ അതോ ഗ്രൈൻഡ് എടുക്കാം അല്ലേ. കോഴ്സ് എനിക്ക് ഉപകാരമില്ലല്ലോ. മറക്കാതിരിക്കാൻ വേണ്ടി ലിസ്റ്റ് ഇതിനകത്ത് എഴുതിയിട്ടേക്കും കേട്ടോ. ഇനിയിപ്പോൾ എന്താ ഉള്ളത്, ഒണിയൻ എടുത്ത്, ബ്രെഡ് എടുത്ത്, യോഗേർട്ട് ആണ് എടുക്കണം, വെജ് എടുത്തിട്ടുണ്ട്, പാസ്ത, അതുപോലെ തന്നെ ബേക്ക്ഡ് ബീൻസ്, അതായത് ക്യാൻഡ് പ്രൊഡക്ട്സ് കുറേ കാണുന്നുണ്ട്. അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട് നമുക്ക് വേണ്ടത്. ഇന്ത്യൻ സ്പൈസസ് എനിക്ക് കിട്ടിയില്ല കേട്ടോ. വേറെ ഇനി സ്പൈസസ് ഒന്നും നോക്കി, പക്ഷെ ഒന്നും കിട്ടിയില്ല ഇതുവരെ. നോക്കട്ടെ, ഇനിയിപ്പോൾ കിട്ടുവാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ഞാൻ വേറെ സ്ഥലത്ത് പോയിട്ട് വാങ്ങിക്കേണ്ട വരും. ഇപ്പോൾ എൻ്റെ ഉണ്ട് സ്പൈസസ്, എന്നാലും തീരുമ്പോൾ പണിയാണ്.
റീസസ് ഹെർഷി 600 ഗ്രാമിൻ്റെ ഷ്രിംസ് എന്തോ ഒരു പാക്കിംഗ് ആണത്. അടുക്കി വെച്ചിരിക്കുക. ക്ലീൻ ചെയ്ത ഷ്രിംസ് ഉണ്ട് കേട്ടോ. പസഫിക് വൈറ്റ് ഷ്രിംപ്. പക്ഷേ റേറ്റ് ഇച്ചിരി കത്തിയാണെന്ന് തോന്നുന്നു. $20. അതിൻ്റെ ചെറിയ പാക്കറ്റ് ഉണ്ട് $8 കേട്ടോ. ചെറുതുമുണ്ട്. ക്ലീനാണ്, ഫ്രോസൺ ആണ് കേട്ടോ. പസഫിക് വൈറ്റ് ഷ്രിംപ്. മീൻ കഴിക്കണമെന്ന് ആഗ്രഹം വരുമ്പോൾ മിക്കവാറും ഇത് മേടിക്കേണ്ടി വരും. റോ ടൂണയുടെ സ്റ്റീക്സ് കേട്ടോ. ചൂര, നമ്മളുടെ ചൂരയല്ല, വ്യത്യാസമുണ്ട്. ചൂര തന്നെ ഒരു 8-9 വെറൈറ്റിയും കണ്ടില്ല. ഇതിന് $9 കേട്ടോ. പക്ഷേ 100 ഗ്രാമേ ഉള്ളൂ. 1, 2, 3 ഈ പിക്ചറിൽ കാണുന്ന 3 സ്ലൈസേ ഉള്ളൂ. അത്യാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സർവൈവൽ പ്രൊഡക്ട്സ് മാത്രമേ എടുക്കുന്നുള്ളൂ. എല്ലാം ഒന്നും എടുക്കുന്നത് സർവൈവ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ മെയിൻ. ഫസ്റ്റ് ടൈം വരുമ്പോൾ നമുക്ക് അതൊക്കെയാണല്ലോ ബുദ്ധിമുട്ട്. ലെവലായിട്ട് വേണം സാധനങ്ങളൊക്കെ മേടിക്കാൻ. പാനിപ്പൂരി എന്തായാലും കിട്ടുന്നുണ്ട് കേട്ടോ. സോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പാനിപ്പൂരി ഉണ്ട്. അത് വെള്ളത്തിൽ തളിച്ചെടുത്ത് കഴിഞ്ഞാൽ ശരിയായിരിക്കും. ഇത് പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. പഞ്ചാബികൾ ഉള്ളിടത്ത് പഞ്ചാബി ബിസ്ക്കറ്റ് ഇല്ലാതെയോ? പഞ്ചാബികളുടെ മെയിൻ സാധനം. മലയാളിക്ക് പറ്റിയ സാധനങ്ങളൊന്നും അധികം ഞാൻ കണ്ടില്ല. സ്പൈസി പാറ ഇതൊക്കെ ഇവരെ ഉദ്ദേശിച്ചിറക്കുന്നത്. ആരെ? നമ്മളുടെ പഞ്ചാബി ചേട്ടന്മാരെ. ഇത് എഴുതി വെച്ചിട്ടുണ്ട് പഞ്ചാബി കുക്കീസ് ആൻഡ് ബിസ്ക്കറ്റ്. പഞ്ചാബിയിൽ എഴുതിയിരിക്കുന്നുണ്ടോ, ഇംഗ്ലീഷിന് താഴെ. അല്ല, ഗൾഫിൽ മലയാളികൾക്കുള്ള പ്രൊഡക്റ്റ് ഇഷ്ടംപോലെ ഉണ്ടെന്ന് പറയുന്ന പോലെ ഇവിടെ ഒരുവിധം ഞാൻ കണ്ട പ്രൊഡക്റ്റുകൾ കണ്ടോ അവർക്ക് വേണ്ടിയുള്ളത്. ചായ ടൈം ബിസ്കൂട്ട് പഞ്ചാബി. ഇന്നത്തേക്ക് എനിക്ക് ഇത്രയും സാധനങ്ങൾ മതി. അടുത്താണല്ലോ, അത്യാവശ്യം ആണെങ്കിൽ വരാം നമുക്ക്. എന്നാൽ നമുക്ക് ബില്ല് സെറ്റിൽ ചെയ്ത് ഇറങ്ങാം. അപ്പോൾ നമ്മൾ ബിൽ പേയ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് എന്തായാലും എക്സിറ്റ് എടുക്കാം, പുറത്തേക്ക് പോകാം. ഞാനാലോചിക്കും ഈ ട്രോളിയും കൊണ്ട് ബാക്ക് സൈഡ് വരെ പോയി കഴിഞ്ഞാൽ എനിക്ക് ഇച്ചിരി കൂടെ എളുപ്പമാണ് കേട്ടോ. നോക്കട്ടെ. അങ്ങനെ എന്തായാലും ക്യാഷ് ട്രാൻസാക്ഷൻ എന്തായാലും വർക്ക് ചെയ്ത് എനിക്കൊരു പേടിയുണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ആയോ ഇല്ലയോ എന്നുള്ളത്. കാരണം ഇന്നലെ ഞാൻ ആപ്പിൾ പേ ആക്ടിവേറ്റ് ചെയ്ത സമയത്ത് ഇനാക്റ്റീവ് എന്ന് കാണിക്കുന്നുണ്ട്. ഇനാക്റ്റീവ് എന്ന് കാണിക്കാൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ റീജിയൻ ചേഞ്ച് ചെയ്യണമായിരുന്നു. UAE ആയിരുന്നല്ലോ കിടന്നത്. പിന്നെ ഞാൻ അത് റീജിയനും ചേഞ്ച് ചെയ്യണം, ആപ്പിൾ സ്റ്റോറും ചേഞ്ച് ചെയ്യണം. അങ്ങനെ ആപ്പിൾ സ്റ്റോർ ഞാൻ ചേഞ്ച് ചെയ്തു. കൺട്രി ചേഞ്ച് ചെയ്തതിന് ശേഷമാണത് എന്തായാലും ആക്റ്റീവ് ആയത്. പക്ഷേ ഇപ്പോഴാണ് ഫസ്റ്റ് ടൈമാണത് ട്രൈ ചെയ്തത്. ഇതാണ് ഇവരുടെ ബാക്ക് യാർഡ് കേട്ടോ. ഫുഡ് ബേസിക്സിൻ്റെ ബാക്ക് യാർഡ് വരുന്നത് ഇൻ്റർനാഷണൽ. പെപ്സി അൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലെയുള്ള ഇൻഫോർമേഷണൽ വീഡിയോസ് തീർച്ചയായും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഞാൻ ഓരോ ദിവസവും സമയം കിട്ടുന്നതനുസരിച്ച് ഡ്യൂട്ടി തുടങ്ങിക്കഴിഞ്ഞാലും പരമാവധി ശ്രമിക്കാം. ഞാൻ മുന്നോട്ട് പോകുന്ന ആ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ ഈ രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, ഇനിയിപ്പോൾ സ്റ്റുഡൻ്റ് ആണെങ്കിലും അതിന് വർക്ക് പെർമിറ്റ് ആണെങ്കിലും വലിയ വ്യത്യാസങ്ങളൊന്നും വരാൻ പോകുന്നില്ല. സ്റ്റുഡൻ്റ് ആകുമ്പം പഠിക്കാൻ പോകുക, ഞങ്ങളാകുമ്പം ജോലി എടുക്കുക, അത്രയേ ഉള്ളൂ വ്യത്യാസം. പിന്നെ അവർക്കാകുമ്പം പഠിത്തത്തോടൊപ്പം പാർട്ട് ടൈമും കൂടെ ചെയ്യേണ്ടി വരും. അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. അതാകുമ്പോൾ എക്സ്ട്രാ ബർഡൻ ആട്ടോ. ഈ പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ കാര്യം ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. പഠിക്കുകയും വേണം, പ്ലസ് വർക്കും ചെയ്യണം. അത് ഞങ്ങളെക്കാട്ടിലും ഇരട്ടിയായിരിക്കും. നമുക്ക് പണിയെടുത്താൽ മാത്രം മതി, പഠിക്കേണ്ട. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസിൻ്റെ അലേർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മറ്റൊരു കിടിലം വീഡിയോയുമായി വീണ്ടും വരും വരെ. Bye.